പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പെട്ടി വിവാദം അത് ഏറെ ചർച്ച ചെയ്തതാണ്. ആ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ NN കൃഷ്ണദാസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉണ്ട് എന്ന് NN കൃഷ്ണദാസ് പറഞ്ഞു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ്. ആ വിവാദം കൂടുതൽ വഷളാക്കി എന്നുകൂടി സംസ്ഥാന സെക്രട്ടറി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അതെ, പക്ഷേ നിലവിൽ ആ ഒരു വിഷയത്തിൽ വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ് AKG സെന്ററിൽ നിന്ന്. മനോജ്, എന്താണ് വിശദാംശങ്ങൾ? CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കാര്യം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് CPM സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള NN കൃഷ്ണദാസിനെ പരസ്യമായി തന്നെ താക്കീത് ചെയ്തു എന്നാണ് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ NN കൃഷ്ണദാസിന്റെ പ്രതികരണങ്ങൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ പുറത്തു വന്നതാണ്. അതായത് പാർട്ടിക്കുള്ളിൽ ഭിന്നത ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്നുള്ള പരാമർശങ്ങൾ NN കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് തന്നെയാണ് യോഗത്തിൽ ചർച്ചയായത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ള കാര്യമാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നേതാക്കൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഭിന്നത രൂക്ഷമായ സമയത്തായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആയിരുന്നു NN കൃഷ്ണദാസിന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ NN കൃഷ്ണദാസ് നേരത്തെ തന്നെ മാധ്യമങ്ങളോടൊക്കെ വലിയ രീതിയിൽ മോശമായ തരത്തിലൊക്കെ പ്രതികരിച്ചിരുന്നു. അങ്ങനെയൊക്കെ തന്നെ CPM-ന് വലിയ പ്രതിസന്ധി NN കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള കാര്യമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയായതുമാണ്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഫലം വിലയിരുത്തുന്ന, അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും പരസ്യമായിട്ടുള്ള താക്കീത് തന്നെയാണ് NN കൃഷ്ണദാസിന് നൽകിയിട്ടുള്ളത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറി അതോടൊപ്പം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്താണ് ഇത്തരത്തിൽ NN കൃഷ്ണദാസിന്റെ കാര്യം കൂടെ വ്യക്തമാക്കുന്നത്. അതായത് ഉപതെരഞ്ഞെടുപ്പിൽ അത് വലിയ തരത്തിലൊരു ക്ഷീണമുണ്ടാക്കിയെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്. കാരണം NN കൃഷ്ണദാസ് നേരത്തെ തന്നെ മുൻ MP ആണ്. അതോടൊപ്പം തന്നെ നേരത്തെ പല CPM-ന്റെ തന്നെ മറ്റ് പോഷക സംഘടനകളിലൊക്കെ ഉന്നത തലത്തിലുള്ള ചുമതല വഹിച്ചിരുന്ന ആൾ കൂടെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ ഈ പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് തന്നെയാണ് പാർട്ടി നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോയിരിക്കുന്നത്.